എണ്ണയൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരാള് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മനസ്സിലേക്ക് പോകണം. അപ്പൊ ഞാൻ അതൊന്ന് ഒരു കോമഡി രൂപത്തിൽ, അതായത് ഇല്ലാത്തൊക്കെ ചേർത്ത് അങ്ങനെ ഒരു സാധനം ആകാം. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ മക്കൾക്ക് ലൈക്ക് കൊടുക്കണം, എല്ലാവരും കാണുകയും ചെയ്യണം. ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ ഞാൻ തുടങ്ങാൻ വയ്യ. ഒരാള് വഴിയർത്ത് പച്ചമരുന്ന് സാധനങ്ങളെല്ലാം നിർത്തി വെച്ചിരിക്കുക. അപ്പൊ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ അപ്പൊ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വയ്യ. അപ്പൊ ആദ്യം അയാൾ പറയുന്നത് രോഗവിവരങ്ങൾ, അതിനുശേഷമാണ് അതിന്റെ പ്രതിവിധികൾ പറയും. ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തോട് ഞാൻ തുടങ്ങാൻ വയ്യ. അപ്പൊ തുടങ്ങട്ടെ. ശരീരവേദന, പല്ലുവേദന, ഉളുക്ക്, ചതവ്, മുറിവ്, ഒടിവ്, എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ നടക്കാൻ ഒക്കുന്നില്ല, നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ലോണോ തോന്നുന്നത് നിങ്ങൾക്ക് തീർച്ചയായും തളർവാദം അനുഭവപ്പെട്ടിരിക്കുക. തളർവാദം എന്ന് പറഞ്ഞാൽ 1, 2, 3, 5 സൈസ് അല്ല, 36 സൈസ്. എവിടെയെങ്കിലും നിങ്ങൾ പോയി കരിയിലപ്പുറത്ത് മൂത്രമൊഴിക്കുകയാണെങ്കിൽ കിറന്നൊരു ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് കരിയലാമുനിയ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടോണ്ടിരിക്കുക. നിങ്ങൾ പാറയിൽ മൂത്രമൊഴിക്കുമ്പോൾ പാറയിൽ നിന്നും തെറിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൽ സ്റ്റോണിന്റെ അസുഖമാണ്. അപ്പൊ ഇതാണ് ഒരു സാധനം. അങ്ങനെ പുള്ളിക്കാരൻ ഓരോന്നും പറഞ്ഞനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് എനിക്ക് ചിത്രമുള്ള അതല്ല, ഇത് തന്നെ നമുക്ക് ഒരു മീൻ കച്ചവടക്കാരനെ നോക്കാം. മീൻ കച്ചവടക്കാരൻ എങ്ങനെയാണ് ആദ്യം മീനെ പരിചയപ്പെടുത്തുന്നത്, അതിനെ കറിവെക്കാനായിട്ട് അവൻ പരിചയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വന്നിച്ച് ഇതേ ഡയലോഗുകൾ നമ്മുടെ മുന്നിലൊക്കെ അവർ പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് അവതരിപ്പിച്ച് നോക്കാം. അയിലവട്ട താടമങ്കട തോടി വരവ പൂങ്ങിനിക്കണ മത്തി മക്കളെ തേങ്ങ അരിച്ച് മാങ്ങ അരിച്ച് തുള്ളി വെളിച്ചം വെച്ചുകൊണ്ട് കടുക് പൊട്ടിച്ചാൽ കറി കയ്യെ മടക്കും. 5 രൂപ മുടക്കിയാൽ 3 കറി, ഒരു തോരൻ, ഒരു പീര, ഒരു ചാറ്. കയറി വരൂ. ഇതാണ് മീൻ കച്ചവടക്കാരുടെ ഡയലോഗ്. നിങ്ങൾ കേട്ടു നോക്ക്, കൊള്ളാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ഓക്കെ, ബൈ.